ഞാൻ ഡോക്ടർ ഷാമിലി, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ. എന്താണ് ലാക്ടോസ് ഇൻടോളറൻസ്? നമുക്കിന്ന് അതിനെപ്പറ്റി നോക്കാം. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ലാക്ടേസ് എൻസൈംസിന്റെ കുറവ് മൂലം പാൽ ഉൽപ്പന്നങ്ങളെ ദഹിപ്പിക്കാൻ പറ്റാതാകുന്ന ഒരവസ്ഥയാണ്. കുട്ടികളിൽ ഇത് 3 തരത്തിലായിട്ടാണ് കാണിക്കുന്നത്. ഒന്നാമത്തേത് കൺജനിറ്റൽ ലാക്ടോസ് ഇൻടോളറൻസ്. കൺജനിറ്റൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് കുട്ടി ജനിച്ച സമയത്ത് തന്നെ കുട്ടിക്ക് ലാക്ടേസ് എൻസൈം കുറയുകയും ഇതുമൂലം ബ്രസ്റ്റ് മിൽക്ക് പോലും കുട്ടിക്ക് കുടിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആവുന്നതാണ്. ആ സമയത്ത് കുട്ടിക്ക് ഡയറി വരികയും ഒരു വോമിറ്റിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമത്തത് പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ്. 5 മുതൽ 6 വയസ്സാകുമ്പോഴേക്കും കുട്ടികളിൽ ഒരു ലാക്ടേസ് എൻസൈംസ് കുറയുന്നത് ഭാഗമായിട്ടാണ് പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ് സംഭവിക്കുന്നത്. മൂന്നാമത്തെ കേസ് സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. ഒരു ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ ഒരു സീലിയാക് ഡിസീസ് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ആന്റിബയോട്ടിക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നു. മുതിർന്നവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് വരാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ലാക്ടേസ് എൻസൈംസ് സ്വാഭാവികമായിട്ട് കുറയുന്നത് മൂലം അവർക്ക് പാലുൽപ്പന്നങ്ങളെ ദഹിപ്പിക്കാൻ പറ്റാതാകുന്നു. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഒരു ഡയറിയ, അല്ലെങ്കിൽ വോമിറ്റിംഗ്, വയറ് വീർത്ത പോലെ അഥവാ ബ്ലോട്ടിംഗ് പോലുള്ള സിംറ്റംസ്, അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിലൊക്കെ ആകുമ്പോൾ ഡയറിയക്ക് പകരമായിട്ട് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിട്ടാണ് ലാക്ടോസ് ഇൻടോളറൻസിന്റെ സിംറ്റംസ് കാണിക്കുന്നത്. കുട്ടികളിൽ ലാക്ടോസ് ഇൻടോളറൻസ് ശരിയായ രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും.